ഉടനെ ഒരു വണ്ടി വിളിച്ചിട്ട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ പാണക്കാട്ടേക്ക്. എൻ്റെ കയ്യിലൊന്ന് ആകെ 86 രൂപ എടുത്ത്, 86 രൂപ. അവിടുന്ന് കൂടി 200-250 കാറിന് പൈസ ഉണ്ടാവും. അപ്പൊ ഞാനൊന്ന് പറഞ്ഞു, ഞാനിപ്പോൾ എങ്ങനെ പോവാ, കാർ വിളിച്ച് പോയിക്കോ എന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോ വണ്ടി ഇരുന്നപ്പോ അരുവിയാക്ക കാറിലാ വന്നു വെച്ചു. ആ ഞാൻ കാറിലാണ് വന്നത്, എന്നോട് കാർ വെച്ച് വരാനാ വന്നത് പറഞ്ഞു. അപ്പൊ അതിന്റെ പൈസ വെച്ചു. അപ്പൊ തങ്ങളോട് നേരെ ഇന്ന് അൽവി ഏതാണ് കൊടുത്താളുണ്ട് പൈസ എടുത്തിട്ട് അൽവിയാക്കാന്റെ കൈ കൊടുത്തു. എന്നിട്ട് തങ്ങൾ എന്നെ കൈ പിടിച്ചു കൊണ്ടുപോയി. ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ഹാളുണ്ട്, 2 പ്ലേറ്റ്, എല്ലാ വിഭവങ്ങളും അവിടെ ഉണ്ട്. തങ്ങളെ കൈ കെട്ടി എന്നോട് ഇരിക്കാൻ പറഞ്ഞു. അല്പം ഞാനൊന്ന് മടിച്ചു. തങ്ങളെ കൂടെയാണ് ഇരിക്കാൻ പോണത്. കാരണം എൻ്റെ ജീവിത രീതി അങ്ങനെയായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് കിട്ടിയിട്ടില്ല. ആട്ടും തുപ്പും അയിത്തവും ചാണകം തളിക്കലും ഒക്കെ കണ്ടുപിടിച്ച് ജീവിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ഇരിക്കും ശിഹാബ് തങ്ങളെ കൂടിലാണ്. അദ്ദേഹം ഒരു കോരി കൊണ്ട് ഒരു ചോറ് കോരിട്ടു, ഇത്തിരി കരി വെച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഇഷ്ടം പോലെ കഴിച്ചോ എന്ന് പറഞ്ഞ് സ്വന്തം കൈപ്പട കൊണ്ട് ഒരു കോരി ചോറ് തിന്നാൻ ഭാഗ്യം ലഭിച്ച ഒരു തറവാടാണ് പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാട് എന്ന യാഥാർത്ഥ്യം കൂടി തുറന്നു പറയാൻ സന്ദർഭം.